ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങളിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കണ്ടിട്ടുള്ള ഈ ഒരു നിയോൺ എഫക്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇതേമാതിരിയുള്ള എഡിറ്റ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വെഹിക്കിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള റീൽസിലൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് ഒരുപാട് സ്ലോമോ ടൈപ്പിലെ റീൽസിലൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന്റെ ട്യൂട്ടോറിയൽ ചെയ്യാൻ കാരണം. അപ്പോൾ ഇതിന്റെ ട്യൂട്ടോറിയൽ നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, വലിയ റിസ്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ട്യൂട്ടോറിയലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. ഇതേപോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ആണ് നമ്മൾ കൂടുതലായി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കണ്ടുള്ള ഈ ഒരു വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു നിയോൺ എഫക്ട് ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ ബിഹൈൻഡിലേക്ക് ആയിട്ട് വരുന്ന ഒരു എഫക്റ്റ് ആണ് നമ്മൾ ആദ്യം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാൻ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ക്യാപ്കട്ട് കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഇത് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഞാനൊരു വീഡിയോ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു റീൽ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ള റീൽ വീഡിയോ തന്നെ ഒരു ഭാഗത്തേക്കാണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നിയോൺ എഫക്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ പറഞ്ഞ ഏറ്റവും ലാസ്റ്റത്തെ ഈ രണ്ടുപേരും നിൽക്കുന്ന ഈ ഒരു പോർഷനിലാണ് നമ്മൾ ആ ഒരു നിയോൺ എഫക്ട് ബാക്ക്ഗ്രൗണ്ടിലേക്ക് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു നിയോൺ എഫക്ട് പറയുന്നത് നമ്മൾ ക്യാപ്കട്ടിൽ ക്രിയേറ്റ് കാര്യങ്ങൾ ചെയ്യുന്നില്ല ചെയ്യുക, അതൊരു ഓവർലേ വീഡിയോ ആണ്. അപ്പോൾ ഈ ഓവർലേ വീഡിയോ കുറച്ച് മോഡൽസ് ഉണ്ട്. അപ്പോൾ ആ ഒരു മോഡൽസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്കാണ് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ഡൗൺലോഡ് ചെയ്യാം. എല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിലെ ഓവർലേ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ താഴെ കുറച്ച് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുള്ള നിയോൺ എഫക്റ്റിൽ ഈ ഒരു മോഡൽ നിയോൺ എഫക്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു സർക്കിൾ ഇങ്ങനെ റൊട്ടേറ്റ് ആയി വരുന്നത് അത് ഞാനിവിടെ ഓവർലേ ആക്കി ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാനിവിടെ ഒരു ഓവർലേ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ഒറിജിനൽ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഈ നമ്മൾ ആഡ് ചെയ്തില്ല ഈ ഒരു സർക്കിൾ ആയിട്ട് വരുന്ന ഈ ഒരു നിയോൺ എഫക്റ്റിന്റെ വീഡിയോ സ്ലോ ആക്കാരം. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് അതിന്റെ സ്പീഡ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി നോർമൽ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു നിയോണിന്റെ എഫക്ട് ഇങ്ങനെ പെട്ടെന്ന് സർക്കിൾ ഇങ്ങനെ ആദ്യം ഒറിജിനൽ ആയിട്ടുള്ള വീഡിയോയിൽ മെല്ലെ കറങ്ങുള്ളൂ. അപ്പോൾ നമുക്ക് അത് സ്പീഡ് കറങ്ങാൻ വേണ്ടിയിട്ട് അതിന്റെ സ്പീഡ് കൂട്ടി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഓവർലേ വീഡിയോ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തപ്പോൾ ആ ഒരു ലൈറ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബ്ലാക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ബ്ലാക്ക് നമുക്ക് പോയിട്ട് കറക്റ്റ് ആ ലൈറ്റ് മാത്രമായിട്ട് നമ്മളെ വീഡിയോയിൽ വരണം. അപ്പോൾ അതിന് നമ്മൾ ബ്ലെൻഡ് ആണ് ചെയ്യുക. അപ്പോൾ ബ്ലെൻഡിനായിട്ട് താഴത്തെ ടൂൾ ബോക്സിലെ സ്പ്ലൈസ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ ഒന്നാമത്തെ ഫിൽറ്റർ ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കളർ പോയിട്ട് കിട്ടും. എന്നിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സർക്കിൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരാളെ മേത്തേക്ക് മാത്രം വെക്കണിച്ചാൽ നിങ്ങൾ കറക്റ്റ് അയാളുടെ ഒരു തലയുടെ ബിന്നിക്ക് വരുന്ന രീതിക്ക് അതിന്റെ തലയുടെ സൈസിനനുസരിച്ച് നിങ്ങൾ റൗണ്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും രണ്ടാളെയും ബാക്കിലേക്കാണ് ഞാൻ അത് സെറ്റ് ചെയ്യണത് ആ ഒരു ലൈറ്റ്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് അതിന്റെ സൈസ് ഒന്ന് വലുതാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഓവർലേ വീഡിയോന്റെ ഒരു ഡ്യൂറേഷൻ നിങ്ങൾ എൻഡിങ് കറക്റ്റ് നമ്മളെ വീഡിയോ ക്ലിപ്പിനെ അനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി അടുത്ത് നമ്മൾ ഇനി ചെയ്യണത് ഇനിയിപ്പോൾ നമ്മൾ ആഡ് ചെയ്തതിൽ നിയോൺ എഫക്ട് ആ ഒരു ചെക്കൻ്റെയും പെണ്ണിനെയും ബാക്കിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ആ നിയോൺ എഫക്ട് ആഡ് ചെയ്തുള്ള ലെയറിന്റെ അതിന്റെ ഡ്യൂറേഷനിൽ നിങ്ങൾ ആഡ് ചെയ്തുള്ള വീഡിയോ ക്ലിപ്പിന്റെ ഭാഗം ഞാനിവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ ക്ലിപ്പ് സെയിം തന്നെ ഞാനൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിൽ ഓവർലേ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത വീഡിയോ ഓവർലേ ആക്കിയിട്ട് കറക്റ്റ് ആയിട്ട് മറ്റേ വീഡിയോന്റെ മേലേക്ക് ഞാൻ കൊണ്ടുപോയിട്ടിട്ട് ഞാൻ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിൽ ആ ഒരു ലെയർ സെലക്ട് ചെയ്ത് താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങൾക്ക് അവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് അവിടെ 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഒന്ന് ക്രോമാക്കി ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോ റിമൂവൽ ഉണ്ടാവും. പിന്നെ ഒന്ന് വേറെ കസ്റ്റം ആയിട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു മനുഷ്യന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് സെറ്റ് ചെയ്യുന്നത് അതിൽ ഓട്ടോ റിമൂവൽ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് 1 ടാപ്പിൽ നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടും. പക്ഷെ നിങ്ങൾ ഇതേപോലെ ഒരു ബൈക്കിന്റെയും കാറിന്റെ ഒക്കെ പിന്നിക്കാണ് സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ അതിൽ കസ്റ്റം ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ബ്രഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു മനുഷ്യന്റെ ബാക്കിലേക്കാണ് സെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഓട്ടോ റിമൂവൽ പെട്ടെന്ന് ബാക്കിലേക്ക് ആയത്. അപ്പോൾ നിങ്ങൾ ഒരു വണ്ടിയുടെ കാര്യങ്ങളുടെ ഒക്കെ പിന്നിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിലെ കസ്റ്റം ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഗൈസ് ഞാനിവിടെ ഒരു ഓട്ടോ റിമൂവൽ കൊടുത്തപ്പോൾ കറക്റ്റ് ആയിട്ട് ആ നിയോൺ എഫക്റ്റിലേക്ക് ആ ഒരു ചെക്കിന് പെണ്ണിന് പിന്നിലേക്ക് വന്നിട്ടുണ്ട് ബിഹൈൻഡിലേക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു നിയോൺ എഫക്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഈ ഒരു ബിഹൈൻഡിലേക്ക് എങ്ങനെ ഈ നിയോൺ എഫക്ട് മേക്ക് ചെയ്യാൻ മനസ്സിലായി എന്ന് വിചാരിക്കും. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇനി ചെയ്യുന്നത് നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കണ്ടുള്ള ഇതേമാതിരിയുള്ള ഓരോ എഡ്ജ് ഭാഗത്ത് കൂടെ എങ്ങനെ ഈ ഒരു നിയോൺ എഫക്ട് ഇങ്ങനെ റൺ ചെയ്യിപ്പിക്കുക എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സൈൻ ബോർഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈൻ ബോർഡ് കാണാൻ നിൽക്കുക അതിന്റെ ആകൃതി പറയുന്ന ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കൂടെയാണ് നമ്മൾ ഇനി ആ ഒരു നിയോൺ എഫക്ട് റൺ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ റൺ ചെയ്യിപ്പിക്കുക പറയുന്നത് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ഓടിപ്പിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ ഈ ഓരോ നിയോൺ എഫക്റ്റിന്റെ ഓരോ ഷേപ്പിൽ നമുക്ക് നമ്മുടെ യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. അപ്പോൾ ഞാൻ ഇത് സെർച്ച് ചെയ്തിരിക്കുന്നത് ട്രയാങ്കിൾ നിയോൺ എഫക്ട് എന്നാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ടയർമേണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യണിച്ചാൽ നിങ്ങൾ അവിടെ സർക്കിൾ നിയോൺ എഫക്ട് എന്ന് അടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഓവൽവ് ആണെങ്കിൽ ഓവൽവ്, ഇനി സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ. അപ്പോൾ നിങ്ങൾ ഏത് ഷേപ്പിലേക്കാണ് അത് കൊടുക്കണിച്ചാൽ നിങ്ങൾ ആ ഒരു ഷേപ്പ് നിങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ ഇന്ന ഷേപ്പ് നിയോൺ എഫക്ട് എന്ന് അടിച്ച് നിങ്ങൾക്ക് ആ ഷേപ്പിൽ സാധനം കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആയിട്ടുള്ള ഈ സൈൻ ബോർഡിൽ എങ്ങനെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ള ഈ നിയോൺ എഫക്ട് എങ്ങനെ ആഡ് ചെയ്യാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓവർലേ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് പിന്നെ ചെയ്യേണ്ടത് ആ ഒരു ഓവർലേ വീഡിയോ നമ്മൾ സ്പ്ലൈസിൽ പോയിട്ട് നിങ്ങൾ അത് ഫിൽറ്റർ കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യിപ്പിക്കുക. ബ്ലെൻഡ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് ആ ഒരു സൈൻ ബോർഡിന്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഈ ഒരു നിയോൺ എഫക്ട് മെല്ലെ കാര്യം മൂവി ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിന്റെ സ്പീഡ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് അത് നല്ല സ്പീഡിലായിട്ടുള്ള നിയോൺ എഫക്ട് ഇങ്ങനെ റൺ ചെയ്യിപ്പിക്കും അതിന് മേലെ കൂടെ. അപ്പൊ മറ്റേതിന്റെ സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഇതിൽ ബിഹൈൻഡ് ആക്കണില്ല എന്നുള്ളൂ. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു നിയോൺ എഫക്ട് ഇതേപോലത്തെ ടൈപ്പിൽ എങ്ങനെ മേക്ക് ചെയ്തെടുക്കാന്ന് കൂടി ഈ ഒരു വീഡിയോ കൂടെ മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കും. അപ്പൊ ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയിലേക്ക് ഇതുപോലത്തെ ട്രെൻഡിംഗ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ പെട്ടെന്ന് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ പുതിയൊരു അടിപൊളി ട്യൂട്ടോറിയൽ വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.